ഇങ്ങനെയുള്ള നല്ല അടിപൊളി പശുക്കളെയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ മണിച്ചേട്ടനെ വിളിച്ചോ. അല്ല കിടിലൻ. ഇപ്പൊ ഇതെല്ലാം നമ്മൾ കാണിച്ചെല്ലാം ജേഴ്സി പശുക്കളാണ് അല്ലേ ഏട്ടാ? ഒക്കെ ജേഴ്സി പശുക്കളാണ്. വലിയ വലിയ പശുക്കൾ എച്ചപ്പ് ക്രോസ്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇപ്പം പ്രസവിച്ച് മാറാതെ മാറ്റി വീഴുന്നുള്ളൂ. നല്ല എച്ചപ്പ് ക്രോസാണ്. വലിയ പശു അല്ലെങ്കിൽ ഒരു മര്യാദക്കുള്ളതാ പശുക്കുട്ടിയാണ്. ഇതാണ് പ്രസവിച്ച് കുട്ടി കാണിക്കാൻ ആവുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ വീടുകളിലും വരമ്പുകളിലും പാടത്ത് മേയുന്ന പശുക്കളാണ്. കണ്ടില്ലേ? നടത്തി കാണിക്കുക. അതാണല്ലേ, എങ്ങനെയുണ്ടല്ലേ? നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം. ചെറുകിട പാർട്ടികൾക്കും സ്കീമുകാർക്കും നല്ല പാവമാണ്. നല്ല പശുവാണിത്. അപ്പോൾ നമ്മൾ കുറച്ച് പശുക്കളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് തന്നെയുള്ള ഒരു ഫാമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പശുക്കളും ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മണിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരും. ജേഴ്സി പശുവാണ്. ഒരു മൂന്നാമത്തെ പ്രസവമാണ്. മൂന്നാമത്തെ പ്രസവം. 2 കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവമാണ്. നല്ല സ്വഭാവം. കാടുകളിൽ മേയുന്ന പശുക്കളാണ്. കാടുകളിൽ ഇത് നാട്ടുമ്പുറത്തെ ഒരു കെട്ടിത്തറയിലുള്ള നാട്ടുമ്പുറത്തെ പശുക്കളാണിത്. നല്ല മടിസെറ്റൊക്കെയാണല്ലോ. നല്ല മടിസെറ്റ്. ഇത് പ്രസവിക്കാറായതാണ്. ഒരാഴ്ചക്കുള്ളിലാവും. ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന പശുവാണ് അല്ലേ? ഒരാഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്ന പശുക്കാണ്. പശു നല്ല കണക്കം, സ്കീമിനും എല്ലാത്തിനും പറ്റിയ പശുവാണ്. ഒരു 10-15 ലിറ്റർ പാല് 2 നേരം കൂടി കടിക്കും. 15 ലിറ്റർ കിട്ടുന്ന 2 നേരം കൂടെ 15 ലിറ്റർ കിട്ടുന്ന നല്ല അടിപൊളി ജേഴ്സി പശു. നാട്ടുമ്പുറങ്ങളിൽ മേയുന്ന പശുവാണ് ഇത്. എല്ലാവർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും പറ്റിയ പശുവാണ്. പുതിയ കെട്ടിത്തറകളിൽ പുതിയ സ്ഥലങ്ങളിൽ വന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീഡിയോയിൽ ഇടുകയാണ്. എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇതേമറ്റ പശുക്കളൊക്കെ നല്ല ഇനം പശുക്കള് ഞാൻ വരുന്ന ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുക. എന്ത് വില ചോദിക്കുന്നുണ്ട്? ഇത് വിലയൊക്കെ അത് എന്താ, ജേഴ്സി നല്ല ആരോഗ്യവും നല്ല ഇതുള്ള പശുവാണ്. വിലയൊക്കെ 70, 75, 60 പറയുന്നുണ്ട്. 60, 65 മേലെ കൊടുക്കേണ്ടി വരും പശു. നമ്മുടെ നാട്ടില് ഈ വീടുകളിലും വരമ്പുകളിലും പാടത്ത് മേയുന്ന പശുക്കളാണ്. കണ്ടില്ലേ? നടത്തി കാണിക്കുക. അതാണല്ലേ, എങ്ങനെയുണ്ടല്ലേ? നല്ല സ്വഭാവമാണ്. നല്ല സ്വഭാവം. ചെറുകിട പാർട്ടികൾക്കും സ്കീമുകാർക്കും നല്ല പാവമാണ്. നല്ല പശുവാണിത്. നല്ല സ്വഭാവം കേട്ടോ. ഇതൊക്കെ ധൈര്യമായിട്ട് ആർക്കാണെങ്കിൽ കൊണ്ടുപോകുക. അങ്ങനത്തെ ഉള്ള പശുക്കളെ ഞാൻ എന്നെ കാണാൻ വരുന്ന ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഇതാ. പിന്നെ വലിയ പശുക്കളും ഉണ്ട്. എച്ചപ്പ് ക്രോസുകൾ വലിയതും ഉണ്ട്. അത് പിന്നെ ഫോമുകാർക്കോ 20-25 ലിറ്റർ മേലെ കിടക്കുന്ന പശുക്കളുണ്ട്. ഇതിന്റെ ഒരു ജേഴ്സി പശു തന്നെയാണ്. നന്നായിട്ട് പാടത്ത് മേഞ്ഞ് നാട്ടുപുറങ്ങളിൽ മേഞ്ഞ് നടക്കുന്ന പശുക്കൾ. കാലുകെട്ടി മേയ്ക്കാൻ പറ്റുന്ന പശുക്കൾ. അതൊക്കെ കാലുകെട്ടി മേയാൻ പറ്റുന്ന നല്ല ആരോഗ്യമുള്ള പയ്യ. ഇതും ചെനപ്പയ്യ. ഒരു 10 ദിവസം മേലെ പിടിക്കും ഈ പൈ. 10-15 ദിവസത്തിനകം പ്രസവിക്കുന്ന ഒരു ജേഴ്സി പശു. ഒറിജിനൽ ജേഴ്സി പശു. മൂന്നാമത്തെ ഈറ്റ് പശുവാണ്. ഇതും ഒരു 10-15 ലിറ്റർ പാല് 2 നേരം കൂടി കഴിക്കുന്നതാണ്. പിന്നെ പശുവിന്റെ ഈ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്, പശുവിന്റെ ആൾക്കാർ പറയുന്നത് നല്ല ഇണക്കമുള്ള നല്ലൊരു പശു. നല്ല ഇണക്കമുള്ളതാണ്. നല്ല ഇണക്കമുള്ള ജേഴ്സി. നല്ല ഒറിജിനൽ ജേഴ്സിയാ. മടിസെറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. മടി കണ്ടില്ലേ? മടി ഇതാ അല്ലേ? നന്നായി മടി വരും. നാട്ടുപുറങ്ങളിലുള്ള പശുക്കളാണ് ഈ കെട്ടിത്തറ. പാലക്കാട് സ്ഥലങ്ങളിൽ കെട്ടിത്തറയിലുള്ള പശുക്കളാ മേഞ്ഞ് നടക്കുന്ന പശുക്കളാണ്. ഇതൊന്നും കൊണ്ടുപോയാൽ ഒന്നും ഒരു തകരാറും ഉണ്ടാകത്തില്ല. അതായത് ഇങ്ങനെയുള്ള പശുക്കളെയാണ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു 15 ലിറ്റർ പാല് പറഞ്ഞാൽ 15 കിട്ടും, അല്ലെങ്കിൽ ഒരു 1-2 ലിറ്റർ പാല് നമുക്ക് കിട്ടും. ഒരു 15 പറഞ്ഞാൽ ഒരു 13 നമുക്ക് കിട്ടും. അങ്ങനെയുള്ള നല്ല പശുക്കളാണ്. അങ്ങനെയുള്ള പശുക്കളാണ്. ഇങ്ങനത്തെ പശുക്കളാണ് നമ്മൾ എത്ര ലോങ് വേണേലും കൊണ്ടുപോവുക. എത്ര ലോങ് കൊണ്ടുപോയാലും ഒന്നും കേടുവരത്തില്ല. കൊമ്പില്ലാത്ത ബോഡിയാ. 2 നീറ്റ് പയ്യ പ്രസവിക്കാറായി. ഇതൊരു ബോഡിയാണല്ലേ? ബോഡി കൊമ്പില്ലാത്ത എച്ചപ്പ് ക്രോസ് ബോഡിയാണ്. കൊമ്പില്ലാത്തതാണ്. 2 നീറ്റാണ്. ഒരു 10-15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. ഇതൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിലുള്ള പൈക്കളാണ്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇപ്പം പ്രസവിച്ച് മാറാതെ മാറ്റി വീഴുന്നുള്ളൂ. നല്ല എച്ചപ്പ് ക്രോസാണ്. വലിയ പശു അല്ലെങ്കിൽ ഒരു മര്യാദക്കുള്ളതാ പശുക്കുട്ടിയാണ്. ഇതാണ് പ്രസവിച്ച് കുട്ടി കാണിക്കാൻ ആവുന്നുള്ളൂ. ഇപ്പം പ്രസവിച്ചതേ ഉള്ളൂ. മാറ്റി വീഴാൻ മേലത്തോട്ട് കഴിഞ്ഞാൽ മാറ്റാവുമ്പോണ്ടാണ്. രണ്ടാമത്തെ പ്രസവമാണ്. മര്യാദയ്ക്ക് ഒരു വലിപ്പവും ഇതൊക്കെ ഉണ്ട്. ഇത് ഒരു 10-15 ലിറ്റർ പാല് വരും 2 നേരം കൂടി. അത്രേ വരത്തുള്ളൂ. ചിലപ്പോൾ കമ്മിയാവും, ചിലപ്പോൾ കൂടാ. അങ്ങനെയൊക്കെ ഉണ്ടാവാം. കൂടിയല്ലാതെ ഈ പശു കൂടില്ല. എന്താ കാടുകളിൽ നിൽക്കുന്ന പശുക്കളാണ്. അത് കാരണം തീറ്റ കൊടുത്താൽ അത് കൂടും. അങ്ങനത്തെ പശു എന്താണ്ട് അപ്പോൾ പ്രസവിച്ച് മാറ്റി വീഴണുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പൈക്കൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാം. അതാ വീട്ടാവശ്യത്തിനും എച്ചപ്പ് ക്രോസ് വലിപ്പമില്ലെങ്കിലും ഒരു മര്യാദയ്ക്കുള്ള പൈക്കളാണ്.
അത് മെഞ്ഞ് നടക്കുന്നതാണല്ലേ. ഇതും ജേഴ്സിയാ. ഇത് ഒറിജിനൽ ജേഴ്സി. ഇതൊരു 10 ദിവസം പിടിക്കും പ്രസവിക്കാൻ. നല്ല പതിഞ്ഞ പൈ, നാട്ടുമുറകളിൽ പറ്റിയ പൈ, നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാം പറ്റിയ പയ്യ. നല്ല മരിച്ചെട്ടി വരും പൈ. ഇതൊക്കെ ഒരു മര്യാദ വിലപ്പാകത്തിൽ നമുക്ക് സ്കീമുകാർക്കൊക്കെ പറ്റിയ പൈകളാണ്. എത്ര പാല് പ്രതീക്ഷിക്കാൻ ചേട്ടാ? ഇതൊരു 15 താഴെ 12-13 ലിറ്റർ പാലൊക്കെ അടിക്കും 2 നേരം കൂടി. 12-13 ലിറ്റർ. അതൊക്കെ പറഞ്ഞതിൽ കുറവൊന്നും വരില്ല. അതായത് സ്കീമിന് പറ്റിയ പൈകളാ ഇങ്ങനത്തെ പൈകള്. വലിയൊരു മര്യാദ വിലക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 55 റേറ്റൊക്കെ ഇട്ട് ഇതൊക്കെ പല റേറ്റിലായിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പൈകള്, ഇങ്ങനത്തെ പയ്യാണ് കൊണ്ടുപോയ നാട്ടുകാർക്ക് ഒരു തെറ്റും വരാത്ത പൈകള്. വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ പശു. വീട്ടാവശ്യത്തിന് പറ്റിയ പൈ. നല്ല ചിതങ്ങുണ്ടല്ലേ കാണാൻ. കൊമ്പുതല എല്ലാം ഓട്സ് ഉണ്ട്. നല്ല മടിപ്പവർ, കാമ്പ് നല്ല കാമ്പ്. നമ്മളെ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ ഇതേമത്തെ പൈകള് ഇതിപ്പോ നമ്മൾ ഈ വീഡിയോ വരുമ്പോ ഇതിലുണ്ടെങ്കിൽ എല്ലാ തരുന്ന ഇതേമത്തെ പൈകൾ നമ്മുടെ കൈവശം നിറയുണ്ട്. അപ്പൊ വീഡിയോ കണ്ടിട്ട് ഈ പശുവിനെ തന്നെ വേണമെന്ന് പറഞ്ഞു വന്നാല് അത് ചിലപ്പോ വിറ്റ് പോയിട്ടുണ്ടാവും. നമ്മള് വീഡിയോ എടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള പശുക്കളാണ് ആവശ്യമെങ്കിൽ ഞാൻ ഇതുമാതിരി തെരഞ്ഞെടുപ്പിച്ച് മേടിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മുടെ പാലക്കാട്ടിലുള്ള പൈകളാ. ആടികൾ ജേഴ്സി പശുക്കളാണ്. ഒക്കെ 2ാമത്തെയും 3ാമത്തെയും ഈറ്റ് പൈകളാ. അതൊക്കെ പ്രസവിക്കാറായ പൈകൾ. അതൊക്കെ നാട്ടുപുറത്ത് മേയുന്ന പശുക്കളാണ്. നല്ല അടിപൊളിയായിട്ട് മേയുന്നു. അടിപൊളിയായി മേയും തീനും കൂടി എല്ലാം സൂപ്പറായി ഉള്ള പൈകളാ. പാലും കഴിക്കും. 15 ലിറ്റർ 16 ലിറ്റർ പാലൊക്കെ 2 നേരം കൂടി കഴിക്കും. കൊണ്ടുപോകുന്ന നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള പറമ്പൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് അഴിച്ചു വിട്ടു കൊടുത്താൽ മതി. അഴിച്ചു വിട്ടു കൊടുത്തത് അതാ ഈ പൈകളൊക്കെ എന്ത് കണ്ടില്ല. നല്ല വലുപ്പം മാട് നോക്കി നേരെയായി കഴിഞ്ഞാലേ കൊണ്ടുപോകുന്നവർക്ക് നല്ല പാവമാണ്. നല്ല അത്യാവശ്യം അതുപോലെ തന്നെ നല്ല നോക്കിട്ടെ ജേഴ്സി ആണെങ്കിൽ നല്ല വലിപ്പമുള്ള പയ്യാണ്. എന്തിന് വലിയ വലിയ ക്രോസുകൾ പഠിക്കുന്നത്? ഇങ്ങനത്തെ പൈകൾ എന്നെ സമീപിക്കുകയാണെങ്കിലേ ഞാൻ മര്യാദ വിലപ്പാകത്തിലൊക്കെ ഇങ്ങനത്തെ പൈകൾ എടുത്തു കൊടുക്കാം. അതൊക്കെ സ്കീമിന് പറ്റിയ പൈകളല്ലേ? അതെ അതെ, സ്കീമിന് പറ്റിയ പൈക്കളാ. നോക്കി ചേട്ടന്റെ തന്നെ നല്ല നല്ല വലിപ്പമുള്ള പൈകളും നല്ല മൊത്തം നല്ല ജാതി വലിപ്പമുള്ള പൈക്കളാണ്. എപ്പോൾ വരുവാണെങ്കിൽ ശരി എന്നെ സമീപിച്ചാൽ നല്ല നല്ല പൈക്കള് അതിൻ്റെതായ മര്യാദ വിലപ്പാകത്തിന് ഞാൻ എടുത്തു കൊടുക്കാം. ഇതിനിപ്പോ നല്ല മടിയൊക്കെ ഒക്കെ ഒരാഴ്ച 10 ദിവസം കൊണ്ട് ആവും. എല്ലാം ആവും. പൈകളൊക്കെ നല്ല വലിപ്പമുള്ള പൈകളല്ലേ? നല്ല ഒറിജിനൽ ജേഴ്സികളാ. ഒറിജിനൽ ജേഴ്സിക്കാർക്ക് വീട്ടുകളിലേക്കൊക്കെ അനുയോജ്യമായ പൈക്കളാണ്. പിന്നെ വലിയ വലിയ അച്ചപ്പ ക്രോസുകളും കെട്ടിത്തലക്കലുണ്ട്. ഒരുപാട് കെട്ടിത്തറകൾ നമ്മുടെ കറുവപ്പലുണ്ട്. എന്നെ വീഡിയോയിൽ പലവരും നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പുതിയ പൈക്കള് കറുവപ്പൽ വന്നപ്പോൾ വീഡിയോ ഇടണമെന്ന് മാത്രമാണ്. സ്കീമിന് പശു മേടിച്ചു കൊടുത്ത് അതിനെ എങ്ങനെ സീൽ വെച്ച് അതിനെ റെഡിയാക്കി അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ എവിടെ വേണമെങ്കിലും എടുത്തു കൊടുക്കാം. അതൊന്നും വിഷയമൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ വേറൊരു കേസ് നമ്മളെ ഈ വാഹന സൗകര്യം ഉണ്ടോ? എല്ലാ വാഹന സൗകര്യം എല്ലാം ഉണ്ട്. വാഹന സൗകര്യമുണ്ട്. വാഹന സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞ എവിടെ വേണമെങ്കിലും വാഹനം വരും. അവരെ കയറ്റി അവരുടെ വീടുകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. സുരക്ഷിതമായിട്ട് എത്തിച്ചു കൊടുക്കും. സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കും. ബുദ്ധിമുട്ട് വരാത്ത രീതിയിലൊക്കെ ചെയ്യാം. നമ്മൾ സമീപിച്ചാൽ മതി. പുതിയ പശുക്കളിനെ കണ്ടപ്പോൾ വീഡിയോ ഇട്ടതാണ്. അല്ലാണ്ട് എന്നെ അറിയാണ്ടോ പുതുതായിട്ട് വന്ന പശുക്കളാണ്. പുതിയതായിട്ട് വന്ന കെട്ടിത്തറകളിലുള്ള പൈക്കളാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള നല്ല അടിപൊളി പശുക്കളെയാണ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നേരെ മണിച്ചേട്ടനെ വിളിച്ചോ. അല്ല കിടിലൻ. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കാണിച്ചതെല്ലാം ജേഴ്സി പശുക്കളാണ് അല്ലേ ഏട്ടാ? ഒക്കെ ജേഴ്സി പശുക്കളാണ്. വലിയ വലിയ പശുക്കൾ എച്ച് എഫ് ക്രോസുകൾ ഇനിയുണ്ട്. ജേഴ്സി ഉണ്ട്, എച്ച് എഫ് ക്രോസ് ഉണ്ട്. പിന്നെ പ്യൂർ എച്ച് എഫ് ആണെങ്കിൽ അത് ഏത് തരത്തിലുള്ള പശുക്കളാണെങ്കിലും പുള്ളി എടുത്തു തരും. എത്ര വലുതാണെങ്കിൽ ശരി, എത്ര വലിയ പൈക്കൾ, എത്ര കൂടുതൽ പാൽ കടിക്കുന്ന പൈക്കളും എടുത്തു തരാം. അതൊന്നും പിന്നെ ഇപ്പോൾ പൈ കാണിച്ചില്ല വേണ്ട. നമ്മുടെ കൈവശം ഉണ്ട്.